ഹലോ മക്കളെ, നമുക്കറിയാം ജെഇമെയിൻ എക്സാമിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 3 സബ്ജക്റ്റുകളാണ്. ഒന്ന് ഫിസിക്സ്, മറ്റൊന്ന് കെമിസ്ട്രി, മറ്റൊന്ന് മാത്തമാറ്റിക്സ്. അതിൽ നിങ്ങളുടെ സ്കോർ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പൊതുവേ കെമിസ്ട്രി എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. കമ്പാരിറ്റീവ്ലി ഫിസിക്സ് മാത്തമാറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി എന്നാണ് പൊതുവേ എന്ത് ചെയ്യാറുള്ളത്, വരാറുള്ളത്. അപ്പോൾ ആ കെമിസ്ട്രിയിൽ നിങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ള 5 മിസ്റ്റേക്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പറയാം. അതിലൊന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി ഡീൽ ചെയ്യുന്ന സമയത്ത് പൊതുവെ കുട്ടികൾ ക്ലാസ് അങ്ങ് കേട്ടിരിക്കും, അതായത് തിയറി എങ്ങനെ വായിച്ചിരിക്കും. ആക്ച്വലി ഫിസിക്കൽ കെമിസ്ട്രി നമ്മൾ പഠിക്കേണ്ട തിയറി എങ്ങനെ വായിച്ചിരിക്കുന്നതിലൂടെ അല്ല, നമ്മളെങ്ങനെ എന്ത് ചെയ്യണം, കൺസെപ്റ്റ് തിയറി ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ തെർമോഡൈനാമിക്സിൻ്റെ NCERT നിങ്ങൾ 5-10 വട്ടം വായിക്കുന്നതിന് പകരം ഒരു തവണയെങ്കിലും ക്ലാസ് കേട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കൺസെപ്റ്റ് എന്താകുള്ളൂ, റെഡി ആകുള്ളൂ. അപ്പോൾ അത് മേജർ മിസ്റ്റേക്കാണ്. തിയറി ഒരിക്കലും എന്ത് ചെയ്യരുത്, കൂടുതൽ തവണ ഫിസിക്കൽ കെമിസ്ട്രിയിലോട്ട് വായിച്ചിരിക്കരുത്. അതിന് പകരം ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യുക, കൺസെപ്റ്റ് എന്ത് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ NCERT ഇമ്പോർട്ടൻസ് നല്ലപോലെ കൊടുക്കണം. പ്രത്യേകം പറയുകയാണെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിക്ക്. ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ NCERT ഒരു തവണയൊക്കെ വായിക്കാം, പക്ഷേ ഇനോർഗാനിക് കെമിസ്ട്രി അല്ല. ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ NCERT തന്നെ എന്ത് ചെയ്യണം, 2-3 തവണ എന്ത് ചെയ്യണം, വായിക്കണം. ഫിസിക്കൽ കെമിസ്ട്രി ഡീൽ ചെയ്യുന്ന പോലെയല്ല ഇനോർഗാനിക് നോക്കേണ്ടത്. ഫിസിക്കൽ കെമിസ്ട്രി ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിലൂടെ പഠിക്കുക. ഇനോർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്യുക, NCERT തിയറി എന്ത് ചെയ്യുക, 2-3-4 തവണക്ക് എന്ത് ചെയ്യുക, വായിച്ച് അതിലുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുള്ളൂ, പൊതുവേ നിങ്ങൾ ജെഇമെയിൻസിൽ എന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ളൂ. ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് കോർഡിനേഷൻ കെമിസ്ട്രി, ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. മറ്റൊന്ന് കെമിക്കൽ ബോണ്ടിങ്, D&F. ബാക്കിയുള്ള ചോദ്യങ്ങളും വരും, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 4 ചാപ്റ്റർ പറയാം. ഒന്ന് കോർഡിനേഷൻ കെമിസ്ട്രി, മറ്റൊന്ന് കെമിക്കൽ ബോണ്ടിങ്, മറ്റൊന്ന് D&F ബ്ലോക്ക്, മറ്റൊന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഈ കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ NCERT നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, വായിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വരുത്താൻ പോകുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ റിയാക്റ്റൻസും അതേപോലെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. ആ റിയാക്റ്റൻ്റ് എങ്ങനെ പ്രൊഡക്റ്റായിട്ട് മാറുന്നു എന്നുള്ളതിൻ്റെ മെക്കാനിസം ചില കുട്ടികൾ എന്ത് ചെയ്യില്ല, പഠിക്കില്ല. പക്ഷേ ജെഇമെയിൻസിന് മെക്കാനിസം ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പം റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റ് മാത്രം ബൈ ഹാർട്ട് ചെയ്ത കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മാറി ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം മെക്കാനിസത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഗാനിക് കെമിസ്ട്രി മാക്സിമം എന്ത് ചെയ്യണം, പഠിക്കാൻ നോക്കണം. നാലാമത്തെ ഒരു മേജർ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ നിങ്ങൾ തെർമോഡൈനാമിക്സ് മാത്രം ഇരുന്നിട്ട് എന്ത് ചെയ്യും, നോക്കും. അതുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് തമ്മിൽ എന്തുണ്ട്, നല്ലപോലെ കണക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ കോർഡിനേഷൻ കെമിസ്ട്രിയും D&F തമ്മിൽ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി എല്ലാ ചാപ്റ്റേഴ്സും എന്താണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോരോ ചാപ്റ്റർ പഠിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, കണക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കണം. അത് തെർമോഡൈനാമിക്സിലുള്ള ചില ഇക്വേഷൻസ് നമുക്ക് എവിടെ വേണ്ടി വരും, ഇക്വിലിബ്രിയത്തിൽ വേണ്ടി വരും. ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ, റെഡോക്സിലുള്ള പഠിച്ച കാര്യങ്ങൾ എവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും, ഇലക്ട്രോ കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ കണക്റ്റഡ് ആയിട്ട് മാക്സിമം ചാപ്റ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യാൻ നോക്കുക, പഠിക്കാൻ പറ്റുമെന്ന് എന്ത് ചെയ്യുക, നോക്കുക. അഞ്ചാമത്തെ ഒരു കോമൺ മിസ്റ്റേക്ക് ഞാനൊന്ന് പറയാം. അതായത് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതായത് മിക്ക കുട്ടികളും ചെയ്യുന്നൊരു പരിപാടിയാണ്, കൂടുതൽ തിയറി എന്ത് ചെയ്യും, വായിച്ചിരിക്കും. അതായത് കൂടുതൽ ക്ലാസ് കാണും. ഒരു 10-15 വട്ടം ക്ലാസ് കാണുന്ന കുട്ടികൾക്കല്ല ആക്ച്വലി കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് ചെയ്യാൻ പറ്റുക, ക്രാക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ 1-2 ഒറ്റ വട്ടം ക്ലാസ് കാണുക, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. എന്നിട്ട് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ വീണ്ടും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക. നമ്മൾ സെൽഫ് സ്റ്റഡിക്ക് മാക്സിമം ടൈം എന്ത് ചെയ്യണം, നിങ്ങളെന്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ചില കുട്ടികളുണ്ട്, ഒരു ദിവസം ഫുൾ ക്ലാസ് ഇരുന്ന് അങ്ങ് കാണും. ക്ലാസ് എന്താ പറയുക, ഒരു ഫിലിം കാണുന്ന പോലെ രാഗത്തോടെ എന്തെങ്കിലും കാണും. അതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പഠിച്ച കാര്യം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ടൈം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക. കിട്ടാത്ത ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് പഠിക്കുക. അത് വീണ്ടും സ്വന്തമായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പ്രോപ്പറായിട്ട് നടത്തുക. കിട്ടാത്ത ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് പഠിക്കുക, വീണ്ടും സ്വന്തമായിട്ട് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മക്കളെ, ഇത് ഏത് എക്സാമും, എക്സാം എന്നല്ല, ഇഷ്ടംപോലെ എക്സാമുകൾ, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മുന്നിലുണ്ട്. ഏതൊരു എക്സാമും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആൾറെഡി ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അഡ്മിഷനും കാര്യങ്ങളും എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വർഷം എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യാം. കാരണം നിങ്ങൾ മുന്നിൽ എക്സാമുകൾ മാത്രമല്ല, ഇഷ്ടംപോലെ CUT എക്സാം ഉണ്ട്, NDN എക്സാം ഉണ്ട്, അതേപോലെ ഐക്കാറിൻ്റെ, അതാണ് CUT എക്സാം പറയാം. പിന്നെ ഐസറിൻ്റെ എക്സാം, IIT എക്സാം, എല്ലാത്തിനും സിലബസ് ആക്ച്വലി +1 +2 സിലബസാണ്. സെയിം സിലബസാണ്, എക്സാമിൻ്റെ പേര് മാത്രമേ മാറ്റുള്ളൂ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് +1 +2 പഠിച്ച കുട്ടികൾക്ക് ഇത് ഏത് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമ്മൾ ക്ലാസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും കാണാം. ക്ലാസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, എക്സാമുകൾ അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ച് കാണാം. അതുവരെ